ഇപ്പൊ നിങ്ങളോട് 3 പേരോടോ ധ്യാൻ ശ്രീനിവാസനെ പരിചയപ്പെട്ടതിന് ശേഷം ജീവിതത്തിൽ ഉണ്ടായ ഒരു പ്രധാന മാറ്റം എന്താ ചോദ്യം? എന്നെ നാണം കെടുത്താനാണ് റൂമിലെ ഫോട്ടോ ആയിട്ടിരിക്കുന്ന ആളാണോ? രാവിലെ എണീറ്റ് പോയി ഭയങ്കര ആരാധനയുണ്ട് കുട്ടിക്ക്. അതുണ്ടാവും സ്വഭാവം. ഞാൻ അങ്ങനെയാണല്ലോ ഡീൽ ചെയ്യുന്നത്. നീ വിട്, നല്ല ചോദ്യങ്ങൾ ചോദിക്കും. നല്ല ചോദ്യം. എന്ത് ചോദ്യം? നിന്റെ എന്താ നല്ല ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്താ ധ്യാനം പരിചയപ്പെട്ടതിന് ശേഷം? എന്തെങ്കിലും ഉണ്ടടാ മാറ്റം? ഇവന് ഒരു മാറ്റവും ഇല്ല. അന്ന് അപ്പോഴത്തെ പോലെ ഇപ്പോഴും മാറ്റമൊന്നുമില്ല. നിനക്ക് ധ്യാനല്ല, നീ ജീവിതം എങ്ങനെയൊക്കെ മാറി ധ്യാനം പരിചയപ്പെട്ടതിന് ശേഷം? കാരണം എന്റെ ജീവിതത്തിൽ വലിയ മാറ്റം ബാധിച്ചില്ല. 2-3 വേറെ പ്രോജക്റ്റുകൾ ഞങ്ങൾ ഒരുമിച്ച് എന്നെ കണ്ടതിന് ശേഷം നിന്റെ ജീവിതം മാറിയിട്ടില്ലല്ലോ. മാറിയിട്ടില്ല. അതായത് അവന് പ്രശ്നമൊന്നും വന്നില്ല. പ്രശ്നമൊന്നും ഉണ്ടായില്ല. എനിക്കുണ്ട് കുറെ ഗുണങ്ങളുണ്ട്. പ്രൊഡ്യൂസറായി, ഡിസ്ട്രിബ്യൂട്ടറായി, ഈ പറഞ്ഞ പോലെ ഇടയ്ക്ക് ചോയ്സ് മാറ്റാന്ന് വെച്ചു, കുറച്ച് ചൂസ് ചെയ്യാവാന്ന് വെച്ചു. അത് തെറ്റാന്ന് വീണ്ടും എന്നെ തെളിയിച്ചു. ഇനിയിപ്പോ അദ്ദേഹത്തിന്റെ പാതയിൽ പോകാമെന്ന് ആഗ്രഹിച്ചു. സമരം വരുന്നെന്ന് പറഞ്ഞു. രമേശ് ചേട്ടൻ ധ്യാനം പരിചയപ്പെട്ടതിന് ശേഷം ജീവിതത്തിലുണ്ട് ഒന്ന് പറയട്ടെ എന്റെ ധ്യാൻ ചേട്ടാ പ്ലീസ്. ഞാൻ ചെറുപ്പം തൊട്ട് വളരെ അലസനും മദ്യത്തിനും മയക്കുമരുന്നിനായിട്ട് അപ്പോഴാണ് ഞാൻ ഇദ്ദേഹത്തിനെ പരിചയപ്പെട്ടത്. എന്റെ ജീവിതം ആകെ മാറി. ഇപ്പോൾ നോക്കൂ, എന്റെ കീഴിൽ എത്രയോ ജോലിക്കാർ, മാസം ലക്ഷക്കണക്കിന് വരുമാനം. മാത്രമോ ഒരു മുട്ടുവേദന, അത് പമ്പ കടന്നു. ഇത് സീരിയസ് ആയിട്ട് മോട്ടിവേഷണൽ മ്യൂസിക് വെച്ച് വരല്ലേ? ഞാൻ എന്നെ പരിചയപ്പെട്ടിട്ട് എന്റെ ജീവിതത്തിലുണ്ട്. ഇവനാരാ? സ്വാമി വിവേകാനന്ദനോ? ഇവനെ പരിചയപ്പെട്ടിട്ട് ഞാൻ പറഞ്ഞതല്ലേ, ഇവരോട് ആരാധനയില്ല, ശത്രുതയാ. എന്നോട് എന്തെങ്കിലും ഒരാളെ അയാളെ പറ്റി നല്ലത് പറഞ്ഞ ഒരു 10 ദിവസം അടുപ്പിച്ച് ഇവൻ മുത്ത ചക്കര 10 ദിവസം ഇവൻ എന്ന് പറയും. എന്നാലും ജീവിതത്തിൽ ഒന്നര പുറത്തിൽ കവിയാതെ ഉപന്യസിക്കുക. അവന് വേണ്ടി ഞാൻ ക്ഷമ ചോദിക്കാൻ അവനെ നാറ്റിക്കുന്ന രീതിയിൽ എന്നെ നാറ്റിക്കരുത്. രമേശ് ചേട്ടാ എന്റെ ജീവിതത്തിൽ നീ മിണ്ടാതിരുന്നോ? നീ കാരണം ഇതൊക്കെ ഞാൻ കേൾക്കേണ്ടി വരുന്നോ? നീ മിണ്ടാതിരുന്നോ? അല്ല എന്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇവർ ഇതുപോലെ പരിചയപ്പെട്ടതിന് ശേഷം നീ അത് പറയടാ, നീ അത് പറ. ഞാൻ ഒരിക്കലും ധ്യാൻ ചേട്ടന്റെ ഇന്റർവ്യൂ എടുക്കാൻ പോയതാ. ആ ഇന്റർവ്യൂല് ഇൻട്രോ കണ്ടിട്ട് കൊറേ പേര് പറഞ്ഞു, നീ ആ ധ്യാൻ ശ്രീനിവാസന് ഇന്റർവ്യൂ എടുത്ത ആളല്ലേ എന്ന് പറഞ്ഞ ഫസ്റ്റ് റെക്കഗ്നൈസേഷൻ. വീണ്ടും ഒരു ഇന്റർവ്യൂ എടുത്തു. അതിന്റെ ഇൻട്രോയ്ക്കും ഈ പറഞ്ഞ റെക്കഗ്നൈസേഷൻ ഉണ്ടായി. പിന്നീട് ഈ പറഞ്ഞ പോലെ ഇൻട്രോ ഒരു ശീലമാക്കി, അങ്ങനെ പാളി. അതെവിടെയാ? ഇല്ല. അതിപ്പോ അങ്ങനെ ഞാൻ ഇന്റർവ്യൂ അതത് സമയത്ത് കൃത്യമായ പ്രചോദനം നൽകിയിട്ടുണ്ടല്ലേ, അവനെ മോട്ടിവേറ്റ് ചെയ്തു. ഒരു ഇൻട്രോവേർട്ട് ആയിരുന്നു, അവനെ പറഞ്ഞ് നന്നാക്കി. നീ നിന്റെ ജീവിതത്തിലെ മാറ്റം ചോദിച്ചാ പോരെ? എന്റെ അച്ഛനോട് പോയിട്ട് നീ ഇതേ ചോദ്യം ചോദിക്കുവോ? അല്ലെന്നേ, ഇവന്റെ ഇൻട്രോ തെറ്റിയത് പാളി. അങ്ങനെ നിന്നിലൂടെയാണ് അവനൊരു ജീവിതം, ഒരു അവതാരകനായി മാറിയത്. അവൻ പറഞ്ഞാ പോരെ നിങ്ങളോട്? അതുകൊണ്ടല്ല, നിന്റെ ഇപ്പൊ തെറ്റിയപ്പോ അവനും തെറ്റിയിരുന്നു. അവൻ MT വാസുദേവൻ നായർ സാറ് ഇന്റർവ്യൂ എടുക്കാൻ പോയിട്ട് തെറ്റിച്ചെങ്കിലും തിരിഞ്ഞാലോചിക്കും. അപ്പൊ അങ്ങനെ അവനൊരു ജീവിതം ഉണ്ടായതിനെ കുറിച്ചാണ് അവൻ പറയുന്നത്. അവൻ പറഞ്ഞോട്ടെ, പക്ഷെ ഇത് നിങ്ങളോടൊന്നും ചോദിക്കാന്ന് പറഞ്ഞ അവന് അത് ആരാധനയല്ല, ശത്രുതയാണ്. നിനക്ക് എന്നോട് നിന്റെ ജീവിതം മാറി, ഓക്കെ, അതിന് സ്നേഹം ഉണ്ടല്ലോ. അതാണ് ഫാൻ ബോയ് എന്ന് പറഞ്ഞത്. അതെ അതെ. അങ്ങനെ നീ ഇങ്ങനെ ഒരു ചോദ്യം ഇവിടെ ചോദിച്ചിട്ട് എന്നെ എന്തിനാ നാട്ടിച്ചേ? ഇവനാണ് സ്വാമി വിവേകാനന്ദന് വന്നത് എന്നെ സ്വാധീനിക്കാന്. ശരി, അത് വിട. നീ വേറെ എന്തെങ്കിലും ചോദിക്കണ്ടോ? അല്ല ഇപ്പൊ ഞാൻ എപ്പോഴും